ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ എഡിഷനിൽ നിന്നും തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി. ഏപ്രിൽ 1. താഴെ പറയുന്നവയിൽ ഏത് ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? ഉറുദു. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് പാടിയത്. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് പാടിയതാരാണ്? വള്ളത്തോൾ. ആയിരത്തി 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത്. 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആര്? കെ അയ്യപ്പൻ. കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മുൻ IAS ഓഫീസർ. കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മുൻ IAS ഓഫീസർ. അൽഫോൺസ് കണ്ണന്താനം. ഏതു രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ക്ചർ? ഏതു രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ക്ചർ? ചൈന. ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓസ്കാർ. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി. ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. ഏലമ്മ. ഏത് വിഭാഗത്തിൽ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? വൈദ്യശാസ്ത്രം. മാനവ് അധികാർ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ്? മാനവ് അധികാർ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ 21 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. ജലഗതാഗതം. ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ഏത് രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്?
മ്യാൻമാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഫത്തേപൂർ സിക്രി. കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കൻഹ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഫോൾക്കെറ്റിംഗ് ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? ഫോൾക്കെറ്റിംഗ് ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? ഡെൻമാർക്ക്. ജപ്പാന്റെ തലസ്ഥാനം. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ. ബറോഡയുടെ പുതിയ പേര്. ബറോഡയുടെ പുതിയ പേര് വഡോദര. യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം. യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്. ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം 1968. മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. ത്രിഫലയിൽ പെടാത്തത് ഏത്? ത്രിഫലയിൽ പെടാത്തത് ഏത്? ചുക്ക്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഭരണഘടനാ വിധേയമായ രാജഭരണം ഉള്ളത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഭരണഘടനാ വിധേയമായ രാജഭരണം ഉള്ളത്. ഭൂട്ടാൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിൻ്റെ ഭാഗമായത്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിൻ്റെ ഭാഗമായത് കോറമാണ്ടൽ തീരം. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ശകവർഷത്തിലെ അവസാനത്തെ മാസം. ശകവർഷത്തിലെ അവസാനത്തെ മാസം ഫൽഗുനം. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം. കിഴക്ക് നിന്നു പടിഞ്ഞാറ് ദിശയിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. ബ്രോഡ് ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ്? ബ്രോഡ് ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ്? 1676 മില്ലിമീറ്റർ. 1676 മില്ലിമീറ്റർ. ലോക ഉപഭോക്തൃ ദിനം. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. സ്വപ്ന വാസവദത്തം രചിച്ചത്. സ്വപ്ന വാസവദത്തം രചിച്ചത്
ഫാസൻ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗൽ. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? മസ്തിഷ്കം. ഒരടി എത്ര ഇഞ്ചിന് സമമാണ്? ഒരടി എത്ര ഇഞ്ചിന് സമമാണ്? 12. ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ചാൾസ് ഡിക്കൻസ്. പഞ്ചവത്സര പദ്ധതികളുടെ അന്തിമ അംഗീകാരവുമായി ബന്ധപ്പെട്ട സമിതി. പഞ്ചവത്സര പദ്ധതികളുടെ അന്തിമ അംഗീകാരവുമായി ബന്ധപ്പെട്ട സമിതി. ദേശീയ വികസന സമിതി. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിറ്റ്സർ സമ്മാനം. മാറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത്. മാറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആരാണ്? MRB. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? കമല നെഹ്റു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാറിൽ ഒപ്പുവച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാറിൽ ഒപ്പുവച്ചത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. 1857 കലാപത്തെ ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യസമരവുമല്ല എന്നപഗ്രഥിച്ച ചരിത്രകാരൻ. 1857 കലാപത്തെ ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യസമരവുമല്ല എന്നപഗ്രഥിച്ച ചരിത്രകാരൻ R.C. മുജിംദാർ. തപാൽ സ്റ്റാമ്പിൻ്റെ ഉപജ്ഞാതാവ്. തപാൽ സ്റ്റാമ്പിൻ്റെ ഉപജ്ഞാതാവ് റോളണ്ട് ഹിൽ. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിൽ? സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിൽ? ആഫ്രിക്ക. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം 1924. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് ആര്? സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് ആര്? കീറ്റസ്. അലോപ്പതിയുടെ പിതാവ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1940. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്രോട്ടോസോവ. രാംനാഥ് ഗോയാങ്ക് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
രാംനാഥ് ഗോയാങ്ക് അവാർഡ് ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പത്രപ്രവർത്തനം. ആദ്യത്തെ 3 ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ. ആദ്യത്തെ 3 ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ. അസ്റുദ്ദീൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന. യുനെസ്കോ. ഖമർ ഭാഷ ഉപയോഗത്തിലുള്ളത് ഏത് രാജ്യത്താണ്? ഖമർ ഭാഷ ഉപയോഗത്തിലുള്ളത് ഏത് രാജ്യത്താണ്? കംബോഡിയ. ഇന്ത്യ ഗവൺമെൻറ് അയിത്തം കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ വർഷം. ഇന്ത്യ ഗവൺമെൻറ് അയിത്തം കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ വർഷം. 1955. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. 1962. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. കൊട്ടാരക്കര തമ്പുരാൻ. സന്യന്തുരപുരം എന്ന സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം. സന്യന്തുരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം. തിരുവനന്തപുരം. അസ്സലാമു അലൈക്കും ഏതു ഭാഷയിലെ അഭിവാദ്യമാണ്? അസ്സലാമു അലൈക്കും ഏതു ഭാഷയിലെ അഭിവാദ്യമാണ്? ഉറുദു. നായുധമ്മ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നായുധമ്മ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര സാങ്കേതികം. ഏത് രാജ്യത്ത് വച്ചാണ് ബോൾഷെവിക് വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? ഏത് രാജ്യത്ത് വച്ചാണ് ബോൾഷെവിക് വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? മെക്സിക്കോ. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക വനിത. പറയിപെറ്റ പന്തീരുകുലത്തിലെ ഏക വനിത. കാരൈക്കാലമ്മ. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം. കേസരി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലം അല്ലാത്തത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലം അല്ലാത്തത്. ശീതയുദ്ധം അവസാനിച്ചു. ശീതയുദ്ധം അവസാനിച്ചു. യൂക്ലിഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂക്ലിഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗണിതശാസ്ത്രം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? അൽബുക്കാർക്ക്. ഐരാവതി ഏത് രാജ്യത്തെ പ്രധാന നദിയാണ്? ഐരാവതി ഏത് രാജ്യത്തെ പ്രധാന നദിയാണ്? മ്യാൻമാർ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ലിങ്കൺ? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ലിങ്കൺ? 16. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏത് രാജ്യത്താണ്? ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏത് രാജ്യത്താണ്? ഇറാഖ്.
ഫലങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഫലങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അസ്റ്റിലിൻ. താഴെ പറയുന്നവയിൽ ഏതിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? സ്റ്റീൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം ഡാഷ് പോളണ്ടിനെ ആക്രമിച്ചതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം ഡാഷ് പോളണ്ടിനെ ആക്രമിച്ചതാണ്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ് ഉത്തരം. ജർമ്മനി. ഏത് സംസ്ഥാനത്തെ ആണ് ജനങ്ങൾ വനാഞ്ചൽ എന്ന് വിളിക്കുന്നത്? ഏത് സംസ്ഥാനത്തെ ആണ് ജനങ്ങൾ വനാഞ്ചൽ എന്ന് വിളിക്കുന്നത്? ജാർഖണ്ഡ്. പെർട്ടിസിസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് വില്ലൻ ചുമ. റോമൻ പുരാണങ്ങളിലെ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. റോമൻ പുരാണങ്ങളിലെ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ചൊവ്വ. പ്രസിഡന്റിനെ ആയുഷ്കാലത്തേക്ക് തെരഞ്ഞെടുക്കുന്ന രാജ്യം. പ്രസിഡന്റിനെ ആയുഷ്കാലത്തേക്ക് തെരഞ്ഞെടുക്കുന്ന രാജ്യം. ഹെയ്ത്തി. മികച്ച നടനുള്ള ദേശീയ അവാർഡിന് ആദ്യമായി അർഹനായത് ആര്? മികച്ച നടനുള്ള ദേശീയ അവാർഡിന് ആദ്യമായി അർഹനായത് ആര്? ഉത്തം കുമാർ. സിംഗപ്പൂരിലെ രാഷ്ട്രതലവനായ ആദ്യ ഇന്ത്യൻ വംശജൻ. സിംഗപ്പൂരിലെ രാഷ്ട്രതലവനായ ആദ്യ ഇന്ത്യൻ വംശജൻ. CV ദേവൻ നായർ. അഹോം രാജവംശം ഭരണം നടത്തിയിരിക്കുന്നത് എവിടെ? അഹോം രാജവംശം ഭരണം നടത്തിയിരിക്കുന്നത് എവിടെ? ആസാം. റോമാക്കാരുടെ പ്രേമദേവത. റോമാക്കാരുടെ പ്രേമദേവത. ക്യൂപ്പിഡ്. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം. വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസത്തിലെ പ്രധാന കഥാപാത്രം. ചാണക്യൻ. ഭൂമിശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്? ഭൂമിശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്? വടക്കേ അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രണ്ടാം ലോക മഹായുദ്ധശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മംഗോളിയ. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമം. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. സംഗീത ലോകത്ത് നിന്നും ഭാരതരത്നം ആദ്യമായി നേടിയത്. സംഗീത ലോകത്ത് നിന്നും ഭാരതരത്നം ആദ്യമായി നേടിയത് MS സുബ്ബലക്ഷ്മി. റഷ്യയിലെ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. റഷ്യയിലെ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോർബച്ചേവ്. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മീനാറിൻ്റെ ഭിത്തിയിൽ കാണുന്നത്? ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മീനാറിൻ്റെ ഭിത്തിയിൽ കാണുന്നത്?
ഖുറാൻ. ഗ്യാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഗ്യാലപ്പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? USA. സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ഏത് മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്? ഏത് മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്? ഫെബ്രുവരി. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.